താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഞെരുക്കുന്ന പിശാചും വർദ്ധിപ്പിക്കുന്ന ദൈവവും. ഞെരുക്കുക, വല്ലാതെ ഞെരുക്കി മീൻസ് ഇല്ലാതെയാക്കി വർദ്ധിച്ചിരുന്നതാ, ഒത്തിരി ഉണ്ടായിരുന്നതാ, ഇപ്പോ ഇല്ലാതായി. ഞെരുക്കി അവസാനം എന്താ? ഞെരുങ്ങി ഇല്ലാതെയാകുമ്പോ ഇനി ജീവിക്കണ്ട. അതെ, തീരുമാനമത. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ 12-ാമത്തെ വാക്യത്തിൽ ആ വിധവ തീരുമാനമെടുക്കുക. ഇനി ജീവിക്കണ്ട, ഇല്ല, ഒന്നുമില്ല, ഇനി മുൻപോട്ട് പോകുവാൻ ഒന്നുമില്ല. ഞെരുക്കി ഇല്ലാതാക്കി, ആ കലത്തെ ശൂന്യമാക്കി, ആ ഭരണിയെ വറ്റിച്ചു, ഇല്ലാതാക്കി. നല്ലൊരു ജോലി ഇല്ല, മാസാമാസം കൃത്യമായ ശമ്പളം ഇല്ല, ആരോഗ്യം ഇല്ല, ഉണ്ടായിരുന്നു ഇല്ലാതായി, കുടുംബജീവിതത്തിനകത്ത് സമാധാനം ഇല്ല. ആ വറ്റിയ ഭരണി പോലെയാ. അകത്തെന്തെങ്കിലും വേണ്ടേ? എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ഭർത്താവിന് സ്നേഹമില്ല, മക്കൾക്ക് വേണ്ട, ഒപ്പമുള്ളവർക്ക് അയ്യോ, നരകതുല്യമായ ജീവിതം, ഇല്ലായ്മ. ആ ഇല്ലായ്മയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം പിശാച് ഞെരുക്കുന്ന ഞെരുക്കം, ഞെരുക്കിക്കൊണ്ടിരിക്കുക, കടം കയറിക്കൊണ്ടേയിരിക്കുക. തീർന്നു, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും തീർന്നു. ഇനി പുതിയൊരു വഴി തുറന്നു കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ. അയ്യോ, ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോവുക. കുടുംബമായി പ്രിയ മക്കൾക്കും വിഷം കൊടുത്ത്, ഭാര്യയും കുടിച്ച്, ഞാനും കുടിച്ച് ചാവും. നാട്ടിലെത്തിയിട്ട് ആത്മഹത്യ ചെയ്യണം. ഇവിടെ ആരും അറിയുന്നില്ലല്ലോ, ഇവിടെ എവിടെയെങ്കിലും കിടന്ന് മരിക്കണം. പലതും ചിന്തിച്ചു കൂട്ടുകയാണ്. എൻ്റെ ബോഡി പോലും എൻ്റെ ജീവനുള്ള ശരീരം കണ്ടതുപോലെ അവസാനമായിട്ട് കാണുവാൻ പ്രിയപ്പെട്ടവർക്ക് കഴിയത്തില്ലല്ലോ. ഞെരുക്കുക, ഉപദ്രവിച്ച് ഞെരുക്കുക. സഹോദരി, നിന്നെ ആ ജോലി സ്ഥലത്ത് അതിനകത്ത് ചെന്ന് പെട്ടത് മുതൽ നീ ഉപദ്രവിക്കപ്പെടുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കപ്പെടുക. വീട്ടിൽ അറിയിക്കുവാൻ കഴിയുന്നില്ല. നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിന്റെ കുടുംബം, അവരുടെ പ്രതീക്ഷകൾ വീണു പോകുമോ? പിടിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് ചിന്തിച്ചു പോകുന്നുണ്ട്, ഒന്ന് ചത്താൽ മതിയായിരുന്നു, ഇനി വയ്യ, ഇനി പിടിച്ചു നിൽക്കുവാൻ വയ്യ. ഞെരുക്കി മക്കളുടെ ജീവിതത്തെ ഞെരുക്കി. എങ്ങനെ ഇരുന്ന പിള്ളാരാ, എങ്ങനെ നടന്ന പിള്ളാരാ, മറ്റുള്ളവർ അവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞതാ, നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞെരുക്കി വീട്ടിനകത്ത്, ഒരു മുറിക്കകത്ത് ഒന്നിനും കൊള്ളാത്തവരാക്കി ഒതുക്കി കൂട്ടിയിരിക്കുക. ഇല്ല, അവരിൽ നിന്ന് നല്ലതൊന്നും പുറത്തു വരുവാനില്ല. ഒത്തിരി നോക്കി, ആമേൻ, ആ കലത്തിനകത്തേക്ക് ഒത്തിരി നോക്കി കാണും. അവസാനമായിരിക്കണം അവൾ തീരുമാനമെടുത്തേ, ഇനി മരിക്കാം, ഇനി ഞാൻ മരിക്കും, എൻ്റെ കുഞ്ഞിനെ കൊല്ലും. ആ തീരുമാനത്തിന് പിന്നിലെ വേദന പിശാച് അവളെ അതുവരെ കൊണ്ടുചെന്നെത്തിച്ചു. എത്തിച്ചിരിക്കുക. കൊല്ലാം, കൊന്നിട്ട് ചാകാം, ഇല്ലാതാക്കി കളഞ്ഞു. ഒന്നും വരുവാനില്ലാത്ത അവസ്ഥ. ഞെരുക്കി ഒന്നിനും കൊള്ളാത്തവരാക്കി. നല്ലൊരു ജോലി കിട്ടുന്നില്ല. കുറേയായി കാത്തിരിക്കുക. എത്രയായി, ഇനി എത്ര കാലം കാത്തിരിക്കും? നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നില്ല. നല്ലൊരു രാജ്യത്തേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല. ഇല്ലാത്തതുണ്ടാക്കി നുള്ളിപ്പറക്കി കൊടുത്തു. അവിടെയും പിശാച് ഒതുക്കി ഞെരുക്കി കവരപ്പെടുന്നവളും കവരപ്പെടുന്നവനുമാക്കി മാറ്റി. ഭാവിയെ ഞെരുക്കി നല്ലൊരു വിവാഹം നടക്കുന്നില്ല. ആരോഗ്യം തലമുറയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക, പ്രായം പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചിരിയും മുഖത്തെ തുടുപ്പും പ്രസാദവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഭയപ്പെടുത്തുന്നുണ്ട്, അയ്യോ എൻ്റെ തലമുറ, അയ്യോ. ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകും വിധത്തിൽ ഞെരുക്കി കളയുന്ന ശത്രു. ആരോഗ്യം ദിവസം പ്രതി നഷ്ടപ്പെട്ട് ആദ്യമൊക്കെ മരുന്നെടുക്കുമ്പോൾ, ഡോക്ടറെ കാണുമ്പോൾ ഒരു ആശ്വാസം തോന്നുമായിരുന്നു, തിരികെ വരുവാൻ കഴിയും. പറ്റുന്നില്ല. ശ്രമിച്ചു നോക്കുന്നുണ്ട്, പറ്റുന്നില്ല.
ക്ഷയിപ്പിച്ച് അതേ ആരോഗ്യത്തെ ഇല്ലാതാക്കി ചത്താൽ മതി. എന്തിനിങ്ങനെ ജീവിക്കുന്നു? എല്ലാവർക്കും ഒരു ഭാരമായി, എല്ലാവർക്കും ഒരു ബാധ്യതയായി ഇരിക്കുക, ഇല്ലാതാക്കുക. ശരീരത്തെ, അവയവങ്ങളെ, ആ ബിസിനസ്സിനെ ഞെരുക്കി കടം വന്ന് കയറി പലിശക്കാരുടെ മുമ്പിൽ തലകുനിച്ച്. എന്തൊരു ജീവിതമല്ലേ? നോക്കുന്നുണ്ട്, ഉണ്ടോ, വല്ലതുമുണ്ടോ നിലനിൽക്കുവാൻ, ജീവിച്ച് മുൻപോട്ട് പോകുവാൻ ജീവിക്കുവാൻ കൊതിയ. പക്ഷേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, കൊതിയ, ജീവിക്കുവാൻ കൊതിയ. പക്ഷേ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടതൊന്നുമില്ലാത്ത വിധത്തിൽ ശത്രുവായവൻ ഞെരുക്കുക. അവൾ പറയുക, ഞങ്ങൾ മരിക്കാൻ പോവുകയാ. ദേവദാസനെ, പ്രവാചകനായ ഏലിയാവിനോട് ഹൃദയം തകർന്ന ശബ്ദത്തിലായിരിക്കും അവൾ പറഞ്ഞത്, ഞങ്ങൾ മരിക്കുവാൻ പോവുക. ആ മരണത്തിലേക്കുള്ള കാൽവെപ്പ കേട്ടത് പ്രവാചകന്റെ കാതുകളാണെങ്കിലും അവനെ നടത്തിയ ദൈവം അതിന് പരിഹാരം വരുത്തി. പ്രവാചകൻ കേട്ട ആ കഥയ്ക്ക് ദൈവം ഒരു എൻഡുണ്ടാക്കി. പിശാച് ഞെരുക്കി തകർത്ത് കളയുവാൻ തക്കവണ്ണം ആത്മഹത്യ ചെയ്യട്ടെ അതിന് തക്കവണ്ണം ഒരുക്കിയ ആ പദ്ധതിക്ക് കർത്താവ് ഒരു അറുതി വരുത്തി. 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോയില്ല. പിശാച് ഞെരുക്കി ഇല്ലാതാക്കി. ദൈവമോ വർദ്ധിപ്പിച്ച് നിലനിർത്തി. ദൂത് ഇതാണ്, പിശാച് പല നിലകളിൽ നിന്നെ ഞെരുക്കി ഇല്ലാതാക്കി. ഇനി ആത്മഹത്യ മാത്രമേ ഒരു പോം വഴി ഉള്ളൂ എന്ന് ചിന്തിക്കുമാറാക്കിയെങ്കിൽ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ദൈവം വർദ്ധിപ്പിച്ച് നിന്നെ നിലനിർത്തും. ചത്തൊതുങ്ങി ഉള്ളവളല്ല നീ ചത്തൊതുങ്ങി പോകുവാൻ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. സ്തോത്രം. ഞെരുങ്ങുന്നവനായല്ല, വിശാലത അനുഭവിക്കുന്നവനായി എന്റെ കർത്താവ് നിന്നെ മാറ്റും. ആ അല്പം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നവനായിട്ടല്ല. ഇനി ആരോട് കടം വാങ്ങും, ഇനി ആരിൽ നിന്ന് എനിക്ക് കിട്ടും, എങ്ങനെ എൻ്റെ വീട്ടിൽ അയച്ചു കൊടുക്കും, എൻ്റെ മക്കളുടെ പഠനകാര്യം, വീട്ടിൻ്റെ ലോൺ അടയ്ക്കണം, വീട്ടിലെ പല ആവശ്യങ്ങൾ, എങ്ങനെ ഞെരുങ്ങി ഞരങ്ങുന്ന ആ അവസ്ഥയ്ക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക. അതെ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സഹോദര, സഹോദരി, ആ തൊഴിലിടത്തിൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുക. വരുമാനം ഇല്ലാത്തവനിൽ നിന്ന് വരുമാനം ഉള്ളവനാക്കി. അതെ, നിനക്ക് ജോലി നൽകി വരുമാനം ഇല്ലാത്തവനിൽ നിന്ന് വരുമാനം ഉള്ളവനാക്കി എന്റെ കർത്താവ് മാറ്റുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തൊരു ആമേൻ പറയും. ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേന്നേ, താങ്ക് ഗോഡ്. ഇല്ലാത്തവനിൽ നിന്ന് ആമേൻ ഇല്ലാത്തവനിൽ നിന്ന് ഒത്തിരി നാളായി നല്ലൊരു ജോലിയില്ല, അലച്ചില, നല്ലൊരു ജോലിക്ക് വേണ്ടിയുള്ള അലച്ചില. ആ അലച്ചിലിന് അറുതി ഉണ്ടാകുവാൻ പോകുക. ആ അലച്ചിലിന്റെ അവസാനം തീരുമാനം ഇങ്ങനെയാ, ചിന്ത ഇങ്ങനെയാ, ആലോചന ഇതുപോലെ തന്നെയാ. ഏതുപോലെ? ആ വിധവയുടേതുപോലെ. ഇനി ചത്തുകളയാം, ഇനി ജീവിച്ചതുകൊണ്ട് അർത്ഥമില്ല, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിന്റെ ആലോചന വ്യർത്ഥമാക്കുന്ന ഒരു ദൈവം, മനുഷ്യന്റെ ആലോചന വ്യർത്ഥമാക്കുന്ന ഒരു ദൈവം, ആലോചിച്ച് കൂട്ടുവാൻ തക്കവണ്ണം പിശാച് ചെയ്തു കൂട്ടിയതിനെ തകർത്ത് നിന്റെ ആലോചന സ്വയം നശിക്കുവാനുള്ള, ഒപ്പമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ച് വളർത്തിയവരെ നശിപ്പിക്കുവാനുള്ള നിന്റെ ആലോചന വ്യർത്ഥമാക്കുന്ന ദൈവം നിന്നെ നിലനിർത്തുവാൻ പോകുക. സഹോദരി, അത് തന്നെ അവളെപ്പോലെ ചിന്തിച്ചു പോകുക. ആരെ പോലെ? ആ വിധവയെ പോലെ. എന്തിനി ഇങ്ങനെ ജീവിക്കണം? നോക്കുന്നുണ്ട് ചില കലങ്ങളിലേക്ക്, ഭരണികളിലേക്ക് വറ്റിപ്പോയിരിക്കുന്നു. ദൈവദാസനെ, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ ഭർത്താവില്ലാതെ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. വഴക്ക് പറയാനെങ്കിലും, ദേഷ്യത്തോടെ ഒരു വാക്ക് പറയാനെങ്കിലും എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം വേണം. എനിക്ക് അവനില്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല. ഞാൻ അത്രമാത്രം സ്നേഹിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്ര എൻ്റെ ഭർത്താവിനൊപ്പം മാത്രമേ കഴിയത്തുള്ളൂ. എനിക്കവനില്ലാതെ പറ്റത്തില്ല. വയ്യ, ഞാൻ മരിക്കും.
ഞാൻ ആത്മഹത്യ ചെയ്യും. ഞെരുക്കി നീ തിരഞ്ഞത് കാണുവാൻ കഴിയാത്ത വിധത്തിൽ ഇല്ലാതാക്കി, നിന്റെ ഭർത്താവിൻ്റെ സ്നേഹമില്ലാതാക്കി, കരുതലില്ലാതാക്കി, അവന് നിന്നെ അന്യയാക്കി തീർത്തു. നിന്നെ ആത്മഹത്യയിലേക്ക് നടത്തുന്ന പിശാച് ഇല്ല. ആ ഇല്ലായ്മയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അതേ, നീ തിരഞ്ഞു നോക്കി കാണാതെ ആത്മഹത്യ ചെയ്യുവാൻ എടുത്ത തീരുമാനത്തിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. നിന്റെ ആലോചന എൻ്റെ ദൈവം വിഫലമാക്കി താങ്ക് ഗോഡ്, വ്യർത്ഥമാക്കി തീർക്കുവാൻ പോകുക. നിന്റെ ഭർത്താവിനൊപ്പം നീ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക. സഹോദരി, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതിന് തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ ചിലത് ഉണ്ടാകുവാൻ പോകുക. നിന്നെ സ്നേഹിക്കുവാൻ, നിനക്കൊപ്പം നിൽക്കുവാൻ, നിന്നെ കരുതുവാൻ തക്കവണ്ണം ഇല്ലാത്തത് അവനിൽ ഉണ്ടാകുക. അവനിൽ ഇന്ന് പലതുമുണ്ട്. മദ്യവും അത് നൽകുന്ന ആ പൈശാചികമായ ഭാവങ്ങളുമുണ്ട്. മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. കഠിന വാക്കുകൾ, മുറിപ്പെടുത്തുന്ന താങ്ക് ഗോഡ്, മുറിപ്പെടുത്തുന്ന വാക്കുകൾ. അറിയാതെ ചിന്തിച്ചു പോവുക, ചത്താൽ മതി. വീട്ടിനകത്ത് അവനെയും കാത്ത് ഇന്നലകളിലെ ഓർമ്മകളിൽ ജീവിച്ച് മുൻപോട്ട് പോകുന്ന, കണ്ണുനീരും പ്രാർത്ഥനയുമായി അവൻ്റെ മടങ്ങിവരവനായി കാത്തിരിക്കുന്ന നിന്നെ നോക്കി അവൻ അറിയുന്ന അവലക്ഷണം പിടിച്ച പേര് പറയുവാൻ പോലും കൊള്ളാത്ത ചിലരുമായി താരതമ്യപ്പെടുത്തി നീയും അങ്ങനെയല്ലേ. ആ വാക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. ഇനി ചത്തുകളയാം. ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനമെടുത്തായിരിക്കുന്ന സഹോദരി, നിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ ഭർത്താവിനെ മാറ്റുക. അവൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഇല്ലാത്തത് നീ തിരഞ്ഞു നോക്കിയിട്ട് കാണാത്ത ചിലത് എൻ്റെ ദൈവം നിറയ്ക്കുക, സ്നേഹം നിറയ്ക്കുക, നിന്നോടുള്ള കരുതൽ നിറയ്ക്കുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. സഹോദരി, നൊന്ത് പ്രസവിച്ച് കൊതിയോടെ വളർത്തി വലുതാക്കിയ തലമുറകളുടെ മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ, സ്തോത്രം. ആ അവസ്ഥയിൽ നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ അവസ്ഥയിലേക്ക് പിശാച് ഞെരുക്കുകയാണ്. ആ അവസ്ഥയിൽ എത്തിച്ചേരണം. നീ ആ അവസ്ഥയിലാകണം. മാതാവേ, പിതാവേ, അതാ പിശാചിന്റെ ആഗ്രഹവും പിശാചിന്റെ പദ്ധതികളും. അതാ നീ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നതും ഒന്നും തലമുറകളിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ നീ സ്വയം തീരുമാനിക്കണം. രാത്രികളെ പകലാക്കി, ഇല്ലാത്തതുണ്ടാക്കി വളർത്തി വലുതാക്കി, അതേ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി സ്വപ്നം കണ്ട തലമുറകളെ നശിപ്പിച്ചു കളയാം. ആ രോഗമുഖാന്തരം ബാധിക്കപ്പെട്ട തലമുറ അവനൊരു ബാധ്യതയായി തീരുമോ? അവളെ ഈ ലോകത്തിന് ആവശ്യമില്ലാത്ത വിധത്തിൽ അവൾ ബലഹീനയാണല്ലോ, കൊന്നുകളയാം. ഒറ്റയ്ക്കായി തീരുമ്പോൾ മാതാവേ, നീ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, കൊന്നുകളയാം. മാനസികമായി സമനില തെറ്റിയ ആ കുഞ്ഞിനെ കൊന്നുകളയാം, എന്നിട്ട് മരിക്കാം. എൻ്റെ മകളുടെ കഷ്ടത കാണണ്ട, എൻ്റെ തലമുറയുടെ കഷ്ടത കാണണ്ട. അതെ, മരിപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കും വിധത്തിൽ ഞെരുക്കിയ, അവളുടെ ശരീരത്തെ ഞെരുക്കുന്ന, ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന, അവളുടെ ബുദ്ധിയെ തകർത്ത് കളയുന്ന ആ പന്ന പിശാചിൻ്റെ പ്രവൃത്തിയുടെ ഫലം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ മരണ കാരണമായത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ പോകുക. മരിക്കുവാനുള്ള തീരുമാനം ആ വിധവയിൽ നിന്ന് മാറിപ്പോയതുപോലെ അതിന് തക്ക വിധത്തിൽ ആ കാലത്തിൽ കർത്താവ് വർധനവൊരുക്കിയതുപോലെ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ, അവളുടെ ആരോഗ്യത്തിൽ എൻ്റെ കർത്താവ് വർധനവൊരുക്കിയ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുതലായി ചലിക്കുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സൗഖ്യം വ്യാപരിക്കുക. താങ്ക് ഗോഡ്. ആമേൻ. ഈ ലോകത്തിൽ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ തക്ക വിധത്തിൽ ആമേൻ എൻ്റെ കർത്താവ് നിന്റെ തലമുറയെ മാറ്റുക, നിറയ്ക്കുക. ആ ഇല്ലായ്മയ്ക്ക് കർത്താവ് പരിഹാരം വരുത്തുക. ആ തൊഴിലില്ലായ്മയ്ക്ക് കർത്താവ് പരിഹാരം വരുത്തുക. ചിലതില്ലാത്തത് കൊണ്ട്, തക്ക സമയത്ത് കിട്ടാത്തത് കൊണ്ട് കൂട്ടുകാർക്കൊപ്പം അലഞ്ഞു തിരിയുന്ന അനുഭവം. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ പോലെ തന്നെത്താൻ ചതച്ചും മറ്റുള്ളവരെ ഉപദ്രവിച്ചും അപമാനവും നിന്ദയുമായി ഭയമാ. തലമുറയെ കാണുമ്പോൾ തന്നെ ഭയമാ. കഠിന വാക്കുകൾ, ഉപദ്രവിക്കുന്ന അനുഭവം, കൈനീട്ടുന്നു, കരയുക. മാതാവേ, സ്തോത്രം. പിതാവേ, നീ കണ്ട് മാറി നിൽക്കുക. നിന്നെ അത് ഭയപ്പെടുത്തുക. എന്തിനിങ്ങനെ ജീവിക്കണം? ചത്തുകളയാം. വല്ലാത്തൊരു ത്വരയാ. സ്തോത്രം. ഞെരുക്കി
ചത്തുകളയുവാൻ തക്ക വിധത്തിൽ തീരുമാനമെടുപ്പിക്കുന്ന പിശാചിന്റെ പദ്ധതികളെ ദൈവം തകർക്കുക. അതിന് തക്കവണ്ണം നീ എടുത്ത ആലോചനകളെ എൻ്റെ ദൈവം വ്യർത്ഥമാക്കി തീർക്കുക. ആ ഇല്ലായ്മയ്ക്ക് എൻ്റെ ദൈവം പരിഹാരം വരുത്തിയ താങ്ക് ഗോഡ്. മക്കളിൽ നിന്ന് സ്നേഹം അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് പരിഹാരം വരുത്തുക. മീൻസ് വചനം പറയുന്നു, അതേ വചനം പറയുന്നു, തീരുന്നില്ല, കലത്തിലെ മാവ് തീരുന്നില്ല. തീരാത്തത് നിന്റെ ജീവിതത്തിൽ നൽകി എൻ്റെ അപ്പച്ചൻ നിന്നെ വർദ്ധിപ്പിക്കും. ആമേൻ, 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 ആമേൻ. തലമുറകളെ വർദ്ധിപ്പിക്കും, തലമുറകളെ വർദ്ധിപ്പിക്കും. അവരെ ഇല്ലാതാക്കിയ സ്ഥാനത്ത് അവരെ കർത്താവ് വർദ്ധിപ്പിക്കും. അവർ നിലനിൽക്കത്തില്ല, അവർ പിടിച്ചു നിൽക്കത്തില്ല, അവർ എഴുതി എടുക്കത്തില്ല, അവർ ജയിക്കത്തില്ല, അവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ഇല്ലാതാക്കി ഓരോന്നായി അവരുടെ കഴിവുകളെ പിശാച് ഇല്ലാതാക്കി കളയുക, ഒന്നിനും കൊള്ളാത്തവരാക്കി. നീ തിരഞ്ഞു നോക്കി, എങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞ്. ഒരു വീറും വാശിയുമൊക്കെ ഉണ്ടായിരുന്നു. തോറ്റെങ്കിൽ അവൻ പിന്നെയും എഴുതും, അവൾ പിന്നെയും എഴുതും. അവൾ കുത്തിയിരുന്ന് പഠിക്കും. മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കത്തില്ല, കൂട്ടുകാരുടെ ഇടയിൽ പോയി ഇരിക്കത്തില്ല. ഇങ്ങനെ ആയിരുന്നല്ലോ എൻ്റെ കുഞ്ഞ്. ഇപ്പോൾ നോക്കുക, കാണുന്നില്ല. അതെല്ലാം പോവുക, അതൊക്കെ വന്ന് നിറയുക, അതൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷ വറ്റിപ്പോകുന്നു. വീണ്ടും ശ്രമിക്കുവാനുള്ള അതിന് പറ്റാത്ത അവസ്ഥയിലേക്ക് അവളുടെ ശരീരം മാറുന്നു, അവളുടെ സാഹചര്യം മാറുന്നു. അതെ, പിന്നെയും നിറയുക. മത്സര ബുദ്ധിയോടെ അവൾ പിന്നെയും പരീക്ഷ എഴുതുക, അവൻ പിന്നെയും പരീക്ഷ എഴുതുക. യെസ്, റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. താങ്ക് ഗോഡ്. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടുവാൻ. ആമേൻ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യം വയ്യ, ഇനി മരിച്ചാൽ മതി. മരിക്കുവാൻ തക്ക തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞ ആരോഗ്യത്തെ എൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുക. യെസ്, ആ കലം നിറഞ്ഞതുപോലെ, ആ ഭരണിയിൽ എണ്ണ നിറഞ്ഞ് തുളുമ്പിയതുപോലെ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നേ, വെള്ളം കോരി ഒഴിക്കുമ്പോൾ വെള്ളം നിറഞ്ഞ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതായിരിക്കാം വിധവയുടെ ഭവനത്തിനകത്ത് സംഭവിച്ചേ. സ്തോത്രം. ഭരണി നിറഞ്ഞൊഴുകി. ആരോഗ്യമുള്ള ശരീരം. പിന്നെ നീ ആരോഗ്യത്തോടെ പുറത്തു വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാ. താങ്ക് ഗോഡ്. ആമേൻ. ഞെരുക്കി ഇല്ലാതാക്കിയ അവസ്ഥ, ആ ബിസിനസ് സ്ഥാപനത്തെ, ആ കച്ചവടത്തെ നീ ഒരുപാട് പ്രതീക്ഷകളുമായി ഇറങ്ങിത്തിരിച്ചതാണ്. ആ കലത്തിൽ മാവുണ്ടായിരുന്നപ്പോൾ, ഭരണിയിൽ എണ്ണയുണ്ടായിരുന്നപ്പോൾ അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ക്ഷാമം വന്നാലും ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയും. ഈ കുറച്ച് ദിവസം, അതിനപ്പുറം സാഹചര്യം മാറും, അവിടെ ക്ഷാമമാകട്ടോ. അപ്പോൾ ക്ഷാമത്തിൽ പിടിച്ചു നിൽക്കണം. ആമേൻ. ഈ സമയം പിടിച്ചു നിൽക്കണം. കുറച്ച് കാലം ഒന്ന് പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞാൽ സാഹചര്യം മാറും. പക്ഷേ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ കടത്തിന് മേൽ കടം കയറ്റി തീരുമാനമെടുപ്പിക്കുന്നു. ഇനി വയ്യ, ഇനി വേണ്ട, എല്ലാം നശിച്ചു പോകട്ടെ, ഞാൻ അവസാനിച്ചാൽ അതോടെ എല്ലാം തീരുമല്ലോ. അവസാനിപ്പിക്കുവാൻ അതിന് തക്കവണ്ണം പിശാച് ഞെരുക്കുക. ദൈവമോ വർദ്ധിപ്പിച്ച് വറ്റാത്ത മാവ്, വറ്റാത്ത കലവും എണ്ണ വറ്റാത്ത ഭരണിയും നൽകി അവളെ നിലനിർത്തി. നിങ്ങളെ ദൈവം നിലനിർത്തും. അതേ പ്രിയരെ, നിങ്ങളെ ദൈവം നിലനിർത്തും. എബ്രായ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാൻ സർവശക്തനായ ദൈവം ആബ്രഹാമിനോട് പറഞ്ഞത് എബ്രായ ലേഖനകർത്താവ് തനിക്കൊപ്പമായിരിക്കുന്ന ജനത്തെ എഴുതി ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുന്നത് പോലെ അവർ അത് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ വായിച്ച് കേട്ടു. എന്താ? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആബ്രഹാമിനെ പിശാച് ഞെരുക്കി ചുരുക്കം ചില വർഷങ്ങൾ കൂടെ കഴിഞ്ഞാൽ അവൻ്റെ പേര് അസ്തമിക്കും. ആബ്രഹാം എന്നൊരുത്തൻ ജീവിച്ചിരുന്നോ? എങ്ങനെ മറ്റുള്ളവർ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയും? അവൻ്റെ തലമുറകളിലൂടെ മുൻപോട്ട് പോകേണ്ട വംശം, ആ വംശാവലി നിലനിർത്തുവാൻ കഴിയാത്തവനായി, മക്കളില്ലാത്തവനായി, മക്കളില്ലാത്തവനായി ഞെരുങ്ങി ആബ്രഹാം തീരണമെന്ന് പിശാച് പദ്ധതി ഒരുക്കി. എന്നാൽ ദൈവമോ ആബ്രഹാമിനെ നോക്കി പറഞ്ഞു, ആബ്രഹാമേ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും.
സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്കണമേ. നിങ്ങൾ വർദ്ധിക്കുവാൻ പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ പോവുക. പിശാച് നിങ്ങൾ ഞെരുങ്ങി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഞരങ്ങി നിങ്ങളുടെ ജീവിതം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, കരഞ്ഞ് നിങ്ങളുടെ ജീവിതം തീർന്നു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ ദൈവദാസൻ പറയുന്നത് ഇപ്പോൾ എന്നെ കണ്ടിട്ട് ദൈവം പുതിയൊരു ആഗ്രഹവുമായിട്ട് വന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ അബ്രഹാമിനെ കണ്ടപ്പോൾ ദൈവത്തിന് ഒരു ആഗ്രഹം തോന്നി. ഒരിക്കലുമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു, അവൻ വർദ്ധിക്കണം. എങ്ങനെ അവൻ വർദ്ധിക്കണം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആദ്യ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ എന്താണ്? നിങ്ങൾ വർദ്ധിച്ച് പെരുകി സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയെ കൈവശമാക്കിക്കൊള്ളുവിൻ. അതെ, വർധനവ് ചിലതിനെ കൈവശമാക്കുന്നവനാക്കി ഭക്തനെ മാറ്റും. മീൻസ് നിന്നെ മാറ്റും. നീ വർദ്ധിച്ച് ചിലതിനെ കൈവശമാക്കും. നിന്റെ ആ ഇല്ലായ്മ മാറുമ്പോൾ, ആ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥ മാറുമ്പോൾ നീ ചിലതിനെ കൈവശമാക്കും. ആമേൻ, താങ്ക് ഗോഡ്. ഇന്നത്തെ ഞെരുക്കം മാറിയാൽ നിനക്കറിയാം, നിനക്കൊരു സ്വന്തം ഭവനമുണ്ടാകും. നീ സ്വന്തം ഭവനത്തിൽ മാറും. ഇന്നത്തെ ഞെരുക്കം മാറിയാൽ അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിശാച് നിന്നെ ഞെരുക്കുന്നു. ആമേൻ. എന്നാൽ ദൈവമോ നിന്നെ വർദ്ധിപ്പിച്ച് നീ അതിനെ അവകാശമാക്കുമാറാക്കും. ഒരു തുണ്ട് ഭൂമി എന്ന ആ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി മാറ്റും. ആമേൻ. ആ വാഹനം എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി മാറ്റും. ആ ബിസിനസ് എന്ന, ആ കച്ചവടം എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി മാറ്റും. നിന്നെ വർദ്ധിപ്പിച്ച് അതിനെ അവകാശമാക്കുന്നവളാക്കി മാറ്റും. ശുശ്രൂഷക, ദേശത്തിൽ നിന്ന് നീ ചില ആത്മാക്കളെ അവകാശമാക്കും. യേശുവിൻ നാമത്തിൽ ചിലരെ ദേശത്തിൽ നിന്ന് കൈവശമാക്കുന്നവനാക്കി നിന്നെ കർത്താവ് മാറ്റും. അതിന് തക്കവണ്ണം കർത്താവ് വർദ്ധിപ്പിക്കുക. യേശുവിൻ നാമത്തിൽ അതിന് തക്കവണ്ണം കർത്താവ് വർദ്ധിപ്പിക്കുക. ആ വർധനവ് നിങ്ങളിൽ വെളിപ്പെട്ട് വരിക. നിങ്ങൾ വർദ്ധിച്ചു ചിലതിനെ കൈവശമാക്കുവാൻ പോയി. ആമേൻ. വർധനവ് പലതും ഉള്ളവനാക്കി നിന്നെ മാറ്റും. പിന്നെയും ആ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളവനായി നീ മാറും. ഇല്ലായ്മയിൽ നിന്ന് ജനിച്ചപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്നതാ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നോക്കി ആ വിധവയിലേക്ക് തന്നെ. അവൾ വിധവയാണ്. മീൻസ് അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. സൂപ്പറാ, നല്ലതാ. പക്ഷെ ഇല്ലാതായി തീർന്നു. കഷ്ടമാ, സങ്കടമാ. ആ ഇല്ലായ്മയുടെ ഫലം ഒന്നിനും കഴിയാത്ത ആ ഭൂമി, ആ ദേശം അവർക്ക് അന്യമായി തീർന്നു. പക്ഷെ വചനം പറയുന്നു, അലത്തെയും ഭരണിയെയും നിറച്ച് സെരാഫത്തിനെ കൈവശമാക്കുന്നവളാക്കി അവളെ മാറ്റി. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ദൈവദാസനെ, അവൾ സെരാഫത്തിനെ കൈവശമാക്കിയോ? അതേ, സെരാഫാത്ത് എന്ന പട്ടണം അവളുടെ പേരിൽ അറിയപ്പെട്ടു. അവൾ യുദ്ധം ചെയ്ത് പട്ടണത്തിന്റെ പ്രമാണം മുഴുവൻ അകത്തുകൊണ്ട്, അതെ, ആ അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടിയെന്നല്ല പറയുന്നേ. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു പിന്നെയും ഇതേ സംഭവത്തെക്കുറിച്ച് പറയുക. നീണ്ട വർഷങ്ങൾക്ക് ശേഷം സെരാഫത്തിലെ വിധവയുടെ അടുക്കലേക്ക് ദൈവം അവന്റെ പ്രവാചകനെ അയച്ചു. ആമേൻ. ആ ദേശം ആ വിധവയിലൂടെ അറിയപ്പെടുന്നത്. അവളുടെ പേരല്ല, ദേശത്തിന്റെ പേര് അവളുടേതായി മാർഗം. മീൻസ് അവൾ കൈവശമാക്കി. ദേശങ്ങളെ നിങ്ങൾ കൈവശമാക്കുവാൻ പോകുക, രാജ്യങ്ങളെ കൈവശമാക്കുവാൻ പോകുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. അവിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലല്ല. ഇതെങ്ങനെ സംഭവിക്കും? ആമേൻ, ആമേൻ, ആമേൻ. അവരെ കുറിച്ചല്ല പറഞ്ഞത്, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ. നോക്കൂ, 25 വർഷം പിന്നാലെ വിശ്വസിച്ച് നടക്കുക. അബ്രഹാം എന്ന വയോധികൻ 25 വർഷമാണ് നടന്നേ. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ചാണ് പറയുന്നേ. അല്ലാതെ ഇവൻ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ നടക്കും, അയ്യോ ചുമ്മാ പോയി അവരെ കുറിച്ചല്ല, അങ്ങനെ ഉള്ളവരെ കുറിച്ചല്ല.
ഈ ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. ഒന്ന് ചിന്തിച്ചേ, ഈ വിശ്വാസം എവിടെ നിന്നാ ഉണ്ടായേ? അബ്രഹാമിൻ്റെ അപ്പൂപ്പന്മാരുടെ ദൈവമല്ല യഹോവയായ ദൈവം. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് കേട്ട മാത്രയിൽ ഇപ്പോൾ നിങ്ങൾ എന്നിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ അത് കേട്ട മാത്രയിൽ അബ്രഹാം തിരിച്ചറിഞ്ഞു, ഈ ദൈവം സകലത്തിനും മതിയായവനാണ്, ഈ ദൈവം സംതിങ് സ്പെഷ്യലാണ്, ഇവനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യും, ഇവനൊപ്പം ഞാൻ നടന്നാൽ ഞാൻ വർദ്ധിക്കും. നടക്കുവാൻ തയ്യാറാണോ? നിങ്ങളെ എൻ്റെ കർത്താവ് വർദ്ധിപ്പിക്കും. ചിലതിനെ കൈവശമാക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ നിറയ്ക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളറിയുന്ന ഒത്തിരി പേര് ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശൂന്യമായി മരണം കാത്തിരുന്നവരെ നിറവിലേക്ക്, ജീവിതത്തിലേക്ക് നടത്തുവാൻ കർത്താവ് ഞങ്ങളെ ഇന്നലകളിൽ സഹായിച്ചു. നിങ്ങൾക്ക് വേണ്ടി അതിനായി ഞങ്ങളെ ശക്തീകരിക്കും. അതുപോലെ എല്ലാ ദിവസങ്ങളിലും നിങ്ങളിപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ചതുപോലെയുള്ള മെസ്സേജുകൾ പ്രഭാതമന്നെ എന്ന പേരിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. കാണുക, അനുഗ്രഹം പ്രാപിക്കുക. ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ഒത്തിരി പേരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുവാനും നിങ്ങൾ അവർക്ക് അനുഗ്രഹമായി മാറുവാനും അതൊരവസരമായി മാറും. അത് പ്രയോജനപ്പെടുത്തുക. അതിനായി കോൺടാക്ട് ചെയ്യുക. എന്താ കണ്ടുറച്ചോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഇപ്പോൾ അടിയനെ കാണുന്ന കേൾക്കുന്ന അതേ രോഗികളായവർ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്ന ക്രമയ്ക്കായി താങ്ക് യു ലോർഡ്. സൗഖ്യമാകാം. സകല രോഗബന്ധനങ്ങൾ വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ രോഗാത്മാവ് ഇപ്പോൾ വിട്ടുപോകട്ടെ. വളരെ നാളുകളായി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറാത്ത രോഗം സൗഖ്യം. അമേൻ, അമേൻ. പ്രാർത്ഥിക്ക് സഹോദരി, പ്രാർത്ഥിക്ക് സഹോദര. തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുവാൻ പോകുക. ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥ, പുറത്തു വരുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ട അവസ്ഥ, ജോലി സംബന്ധമായ സകല വെല്ലുവിളികളും വിട്ടുമാറുക. പുതിയ ജോലികൾ ലഭിക്കുക. എല്ലാ കടഭാരങ്ങളും മാറുക. പ്രാർത്ഥിച്ചാട്ടെ. പലിശക്കടങ്ങൾ മാറുക. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകുക. ആമേൻ, ആമേൻ. വഴികൾ തുറക്കപ്പെടുക. ലഭിക്കേണ്ട നന്മകൾ സഹോദര പ്രാർത്ഥിക്ക്. നിനക്ക് ലഭിക്കേണ്ട നന്മകൾ സഹോദരി പ്രാർത്ഥിക്ക്. ആ അവകാശം നിന്നിലേക്ക് വന്നു ചേരുവാൻ പോകുക. കോടതിയിൽ തീർപ്പുണ്ടാകുവാൻ പോകുക. കോടതി കയറി ഇറങ്ങുന്ന അനുഭവത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക. സഹോദരി, നിന്റെ ഭർത്താവ് തിരികെ വരിക. സഹോദര, നിന്റെ ഭർത്താവ് തിരികെ വരിക. പ്രാർത്ഥിക്ക്. സ്തോത്രം. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകളെ വിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരികെ വരിക. തലമുറയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിക്ക്. അതിൻ്റെ പഠന വൈകല്യം മാറിപ്പോകുക. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കുക. പഠിച്ചു തുടങ്ങുക. മക്കൾ പഠിച്ചു തുടങ്ങുക. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുക. വഴികൾ തുറക്കപ്പെടുക. അഡ്മിഷനുകൾ ലഭിക്കുക. സ്തോത്രം. മത്സര പരീക്ഷകളിൽ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാകുക. താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. ജോലിക്ക് പ്രവേശിക്കുക. ആമേൻ, ആമേൻ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. എഡ്യൂക്കേഷണൽ ലോണുകൾ പാസ്സാകുക. പ്രാർത്ഥിച്ചാട്ടെ. ആ അഡ്മിഷൻ ലഭിക്കുക. താങ്ക് ഗോഡ്. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുക. നീ തുടങ്ങിയ ആ ചെറിയ സംരംഭം വളരുവാൻ പോകുക. കർത്താവ് അതിനെ വർദ്ധിപ്പിക്കുക. കടം മാറുക. ഭവനം പണിത് പൂർത്തിയാക്കപ്പെടുക. താങ്ക് ഗോഡ്. മനോഹരമായ ഭവനം. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വസ്തു വാങ്ങുക. വാഹനങ്ങൾ വാങ്ങുക. താങ്ക് ഗോഡ്. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. ആമേൻ. പ്രാർത്ഥിക്കുക. ദേശത്തെ നീ കൈവശമാക്കുവാൻ പോകുക. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായവർക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.